Hey guys, welcome back to Unfiltered Tech. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ യൂട്യൂബിൽ ഫോൺസിന്റെ റിവ്യൂയും അതുപോലെ ഈ ടെക്കിനെ പറ്റി സംഭവം തൊട്ട് എല്ലാം ഞാൻ ചെയ്യും. പക്ഷേ ഇതുവരെ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റിന്റെ ഏറ്റവും കോർ പാർട്ടായ പ്രൊസസ്സർ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ഗാഡ്ജറ്റ് തുറന്ന് അതിൻ്റെ അകത്തുള്ള പ്രൊസസ്സർ വെക്കാൻ പോണേ. ആൻഡ് ഇന്ന് ഞാൻ എടുക്കാൻ പോണ ഗാഡ്ജറ്റ് ഇൻഡെക്സിന്റെ ഒരു പഴയ ടാബാണ്. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്, കാരണം എൻ്റെ ബാറ്ററി ഇപ്പോഴും ഉണ്ട്. ബാറ്ററി നല്ല ബാറ്ററിയാണ്, ചാർജ് ആവും ഇപ്പോഴും. എന്നാലും നമുക്ക് പ്രൊസസ്സർ ഒന്ന് കണ്ടേ തീരൂ. സോ ഗൈസ്, ഞാൻ എൻ്റെ ടാബ് പൊളിക്കാൻ തുടങ്ങുന്നതാണ്. നമുക്ക് ഈ ടാബ് ഓൾറെഡി സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കൈ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എത്ര വരുമെന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാവ്, പൊളിഞ്ഞു വന്നു ഗൈസ്. സോ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ബേസിക്കലി ഏത് സ്മാർട്ട് ഫോൺ, ഏതൊരു ഗാഡ്ജറ്റിൻ്റെയും കോർ പാർട്സ്. ഇത് ബാറ്ററി, ഇത് ഇതിന്റെ മദർ ബോർഡ്, സർക്യൂട്ടുകളിലുള്ള പ്ലേസ്, പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ TFT ഡിസ്പ്ലേ, LCD TFT ആയിരിക്കണം മിക്കവാറും. ആൻഡ് ഇതാണ് നമുക്ക് വേണ്ട പ്രൊസസ്സർ ഇരിക്കുന്ന സ്ഥലം. സോ നമുക്ക് ഈ ബോർഡ് എല്ലാം അയച്ചു മാറ്റണം ഫസ്റ്റ്. സോ ഞാൻ ഇതും വെച്ചെല്ലാം കട്ട് ചെയ്ത് കളയാൻ പോണേ. ആൻഡ് ഗൈസ്, ഇതിന്റെ മോഡ് ഒന്നാണ്, മീൻസ് നെറ്റ്വർക്ക്സ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. നമുക്കൊന്ന് പൊക്കിയെടുക്കണം. അതിന് മുമ്പ് സൈഡിലുള്ള കണക്ഷനൊക്കെ ഒന്ന് വിടിപ്പിച്ചേക്കട്ടെ. വാവ്. ആൻഡ് ഗൈസ്, നിങ്ങൾ ഇതാണ് നമ്മുടെ ചിപ്പ് എന്ന് പറയുന്നത്. ഇതെന്താണ്, റോക്ക് ചിപ്പ് അങ്ങനെ എന്തോണ് എൻ്റെ പേര്. ഇത് നല്ല പഴയ ഒരു ടാബാണ്. 1 കോർ 2 കോർ അങ്ങനെയൊക്കെ വല്ലതും ഇരിക്കണം, എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റ് എത്രയാണെന്ന്. ആൻഡ് ഇങ്ങനെയാണ് ഒരു ചിപ്പ് ഇരിക്കുന്നത്. ഞാൻ ഈ ചിപ്പിന്റെ ഡിസൈൻ ഓൺലൈനിൽ തപ്പിയപ്പോൾ വേറെ ഏതോ രീതിയിലൊക്കെ ആയിരുന്നു. ആൻഡ് അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഇലിസ്ട്രേഷനിൽ കാണിക്കുന്ന ചിപ്പല്ല ആക്ച്വലി ഒരു ഗാഡ്ജറ്റിനകത്ത് ഇരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ബോഡിയാണ്. ആൻഡ് ഇലിസ്ട്രേഷനിൽ കാണിക്കുന്നത് ഒരു അട്രാക്ഷന് വേണ്ടി മാത്രമാണ്. ഇതാണ് ഒരു സ്മാർട്ട് ഫോണിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റിന്റെ കോർ പാർട്ടായ പ്രൊസസ്സർ. എല്ലാ പ്രൊസസ്സറും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ഈ റെഡും പല കളേഴ്സ് എന്ന് പറയുന്നത് ഇലിസ്ട്രേഷന് വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നുന്നത്. ആൻഡ് സോ ഈ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ കൂടി പിടിച്ചു. അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.